നമ്മളെല്ലാവരുടെയും പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ലൈഫിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ന്യൂ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കും. എന്നിട്ട് ആ എക്സൈറ്റ്മെന്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ കാര്യത്തിന്റെ ബിഗ് സ്റ്റെപ്പ് എടുക്കും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ഗിവ് അപ്പ് ചെയ്യും. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് അറ്റോമിക് ഹാബിറ്റിൽ ജെയിംസ് ക്ലിയർ ഒരു 2 മിനിറ്റ് റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്നെ പേഴ്സണലി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് നമ്മളൊരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ 2 മിനിറ്റിൽ കുറവ് ടൈം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് ആ ഹാബിറ്റ് സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് 2 മിനിറ്റ് വേർഷൻ ആക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എപ്പോഴും രാവിലെ 10 പേജ് ബുക്ക് വായിക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ 1 പേജ് വായിച്ചു തുടങ്ങുക. എപ്പോഴും രാവിലെ ഓടാൻ പോകണമെങ്കിൽ ജസ്റ്റ് ടൈ യുവർ റണ്ണിങ് ഷൂ. പഠിക്കണമെങ്കിൽ നോട്ട്ബുക്ക് എടുത്ത് ഫ്രണ്ടിൽ വെക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹാബിറ്റിൻ്റെ സ്റ്റാർട്ടിങ് മാക്സിമം ഈസി ആക്കലാണ്. നമ്മുടെ ബ്രെയിന് എപ്പോഴും ഹെവി ടാസ്ക് അവോയ്ഡ് ചെയ്യും. ഈ 2 മിനിറ്റ് റൂള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് നോ പറയാൻ കഴിയാത്ത അത്ര ആ ഹാബിറ്റിനെ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ഈസി ആക്കുകയാണ്. ഇങ്ങനെ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ചാൻസ് വളരെ ഹൈ ആണ്. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് ഈസി ആക്കിയാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഹാബിറ്റ് കംപ്ലീറ്റ് ആക്കാൻ ഒരു മൊമെന്റ് കിട്ടും. മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ദ ആർട്ട് ഓഫ് ഷോയിങ് അപ്പ് ആണ്. വിച്ച് മീൻസ് എല്ലാ ദിവസവും ആ ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് ആ ഹാബിറ്റ് നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കുകയാണ് വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ ഹാബിറ്റ് നമ്മളെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് വേണ്ടത്.